നമസ്കാരം. പുലിമുരുകൻ എന്ന ചിത്രം മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ കേട്ടുകേൾവിപ്പെടുന്നത് എങ്ങനെയാണ്? മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ആദ്യമായി 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയ ചിത്രം എന്ന ചരിത്ര റെക്കോർഡുമായിട്ടാണ് പുലിമുരുകൻ എത്തിയത്. പക്ഷേ ഇപ്പോൾ പുലിമുരുകൻ വലിയ വിവാദങ്ങളിലാണ്. സിനിമാ സമരങ്ങൾ, സിനിമാ നിർമ്മാതാക്കൾ, സിനിമാ അഭിനേതാക്കൾ, അങ്ങനെ എല്ലാവരും പ്രതിസന്ധിയിലും വാർത്തകളിലുമൊക്കെ ഇടം നേടുമ്പോഴാണ് 2016 ഒക്ടോബർ 7 റിലീസായ പുലിമുരുകൻ ഇപ്പോൾ വിവാദങ്ങളിൽ ഇടം നേടുന്നത്. മറ്റൊന്നുമല്ല, മുൻ DGP ആയ ടോമിൻ തച്ചങ്കരിയുടെ ഒരു പ്രസ്താവനയാണ് അതിന് പിന്നാലെയുള്ള കാരണം. KFCയിൽ നിന്ന് ഈ ചിത്രത്തിന് വേണ്ടി എടുത്ത ലോൺ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളതാണ് ടോമിൻ തച്ചങ്കരി പറയുന്ന വാദം. അതിന് പിന്നാലെ ഇപ്പോൾ ടോമിച്ചൻ മുളകുപാടം എന്ന നിർമ്മാതാവ് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ആ വർഷം ഡിസംബർ മാസത്തിൽ തന്നെ ഈ സിനിമയ്ക്കായി എടുത്ത ലോൺ 2 കോടി രൂപ തിരിച്ചടച്ചിരുന്നു. പിന്നെ എന്തിനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദമായ പ്രസ്താവനകൾ വരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യമായി വരുന്നത്. എന്തായാലും ഈ ഒരു പ്രതിസന്ധി, ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ തുടരുകയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് ടോമിച്ചൻ മുളകുപാടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് തന്നെ പോവാം. ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടിയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നുമേറെ അഭിമാനിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ആ ചിത്രത്തെ ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ അവർ പറയുന്ന ഓരോ കാര്യവും വാസ്തവവിരുദ്ധമാണ്. പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലും സമയത്തിലും കൂടുതൽ ചിലവായ ചിത്രമായിരുന്നുവെങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ 2 കോടി രൂപയുടെ ലോൺ എടുത്തത്. ആ ലോൺ പൂർണ്ണമായും 2016 ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. 3 കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത്. അത്രയും അധികം തുക ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതിനുശേഷവും 1-ലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചതിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട്. 9 വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെറും 3 ആഴ്ചയിൽ താഴെ സമയം കൊണ്ട് 100 കോടി രൂപയ്ക്ക് മുകളിൽ ആകെ ബിസിനസ് നടന്ന ചിത്രമാണ് പുലിമുരുകൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങളും അത് അർഹിക്കുന്ന അപജ്ഞതയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു. മികച്ച ചിത്രങ്ങളുമായി ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങൾക്ക് മുന്നിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടോമിച്ചൻ മുളകുപാടം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയിരിക്കുന്നത്. ആ പോസ്റ്റിന് താഴെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടി എന്നുള്ള ആ പോസ്റ്റർ, 100 കോടി ക്ലബ്ബിൽ ഇടം നേടുന്ന ആദ്യ മലയാള ചിത്രം എന്നുള്ള പുലിമുരുകൻ്റെ പോസ്റ്ററും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഈ സിനിമ എത്ര രൂപയാണ് നേടിയത്, നിങ്ങളെല്ലാവരും പറഞ്ഞു നടക്കുന്ന ഈ തുകയുമല്ല കാര്യങ്ങൾ, ഇതുവരെ ലോൺ അടച്ചിട്ടില്ല എന്നുള്ള ടോമിൻ തച്ചങ്കരിയുടെ വാദത്തിന് കൃത്യമായ മറുപടി ടോമിച്ചൻ മുളകുപാടം നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സുരേഷ് കുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ 100 കോടി 200 കോടി 500 കോടി എന്നൊക്കെ പറയുന്ന സിനിമകളൊക്കെ തന്നെ കൃത്യമായ എത്ര രൂപയാണ് കണക്കിലേക്ക് വരുന്നത് എന്നുള്ള വല്ല ധാരണയുമുണ്ടോ? അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയായ ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ, വെള്ളിത്തിര എന്നാണ് പേരിട്ടിരിക്കുന്നത്, ആ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായി ഓരോ മാസത്തും ഏതൊക്കെ സിനിമകൾ എത്ര രൂപ കളക്ട് ചെയ്തു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ ആ യൂട്യൂബ് ചാനൽ ആരംഭിക്കുമെന്നുള്ളതാണ് സുരേഷ് കുമാർ പറയുന്നത്. അപ്പോൾ പല സിനിമകളും 100 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ് എന്നൊക്കെ ഇടം നേടിക്കൊണ്ട് ജനങ്ങളെ പറ്റിക്കുകയാണ് എന്ന് നിർമ്മാതാക്കളുടെ സംഘടന തന്നെ രംഗത്തിറങ്ങി മുന്നോട്ട് വരുമ്പോഴാണ് പുലിമുരുകനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നത്. കാരണം ഇതൊക്കെ തുടക്കം കുറിച്ചത് പുലിമുരുകനാണല്ലോ. ആദ്യമായി 100 കോടി ക്ലബ്ബ് എന്നുള്ള വാക്ക് തന്നെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ച ചിത്രത്തിൽ മേൽ വിവാദങ്ങൾ കൂടുമ്പോൾ വെള്ളിത്തിര എന്ന യൂട്യൂബ് ചാനലുമായി നിർമ്മാതാക്കൾ മുന്നോട്ട് പോകുമോ? അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് ഉണ്ടാവരുത് എന്നുള്ള താരങ്ങളുടെ അഭ്യർത്ഥനയും കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം താരങ്ങൾ പറയുന്നത് ഈ താരങ്ങൾ വാങ്ങുന്ന ശമ്പളവും ഈ സിനിമയ്ക്ക് വരുന്ന കളക്ഷനും എത്രയാണെന്നുള്ളത് പുറത്ത് വിടരുത് എന്നുള്ള താരങ്ങളുടെ അഭ്യർത്ഥന നിർമ്മാതാക്കളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അത് നിർമ്മാതാക്കൾ ചെവി കൊടുക്കുന്നില്ല. നിർമ്മാതാക്കൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ കണക്കുകൾ ജനുവരി മാസത്തിൽ എങ്ങനെയാണോ ആ കണക്കുകൾ പുറത്ത് വിട്ടത് അതുപോലെ തന്നെ വരുന്ന മാസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നത് കൃത്യമായി നിർമ്മാതാക്കളുടെ സംഘടന അറിയിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുലിമുരുകൻ വിവാദത്തിൽ ഇടം നേടിയിരിക്കുന്നത്.